ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ചേനത്തണ്ടില്ലേ, ചേനത്തണ്ട് അതിൻ്റെ ലീഫ് കൊണ്ടുള്ള ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് ഞാനിന്ന് റെഡിയാക്കുന്നത്. ചേനത്തണ്ട് നമുക്ക് തോരൻ വയ്ക്കാൻ എടുക്കുന്ന സമയത്ത് ഇത് കണക്ക് അധികം മൂക്കാത്തത് വേണം കേട്ടോ എടുക്കാനായിട്ട്. മൂത്ത് പോയിട്ടുള്ളതാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് കൈയൊക്കെ ഇങ്ങനെ ചൊറിയാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ടേസ്റ്റും ഈ വളരെ പൊട്ട് ഉണ്ടല്ലോ ചെറിയ ലീഫുമായിട്ടുള്ളത്, അതാണ് കൂടുതൽ ടേസ്റ്റും ആയിട്ടുള്ളതും. അതാ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടാക്കുമ്പോൾ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയില്ലേ അത് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചേനത്തണ്ടില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതങ്ങ് ഒത്തിരി വേവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒന്ന് ആവി കയറുമ്പോൾ തന്നെ ഇത് റെഡിയായി കിട്ടും. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ എണ്ണയിൽ കിടന്ന് തന്നെ ഇത് വെന്തും കിട്ടും. ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും ജീരകവും വെളുത്തുള്ളിയും ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ തോരനെ ചതച്ചെടുക്കൂല അതേ കണക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണക്കൊന്ന് ചിക്കി ഇട്ട് കൊടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് തോർത്തി എടുക്കാം. മുട്ടും കുഴഞ്ഞു പോകാതെ തന്നെ നമ്മൾ ചേനത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനകത്ത് വൻപയറൊക്കെ പുഴുങ്ങി ചേർത്താലും ടേസ്റ്റാണ്. ഞാനിതൊന്നും ചേർക്കാതെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു നാടൻ വിഭവമായിട്ടുള്ള ചേനത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റുള്ളൊരു തോരനാണ് കേട്ടോ. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ല. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.